ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയെ കുറിച്ചാണ്. നമുക്കറിയാം 10ാം ക്ലാസ്സിൽ പ്രധാനമായിട്ടും 7 ചാപ്റ്ററാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോണിക് വിന്യാസവും അഥവാ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും സബ്ഷെല്ലുകൾ, അതുപോലെ ആറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ മുതൽ ആറ്റോമിക് നമ്പർ 30 സിങ്ക് വരെയുള്ള എല്ലാ മൂലകങ്ങളുടെയും സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ പഠിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആറ്റത്തിൻ്റെ ബ്ലോക്ക്, പിരീഡ്, ഗ്രൂപ്പ് എന്നിവ എങ്ങനെ കണ്ടെത്താം എന്ന് മനസ്സിലാക്കണം. അതുപോലെ എസ് ബ്ലോക്കിൻ്റെ ഓരോ ബ്ലോക്കിൻ്റെ പ്രത്യേകത, എസ് ബ്ലോക്കിൻ്റെ പ്രത്യേകത, പി ബ്ലോക്കിൻ്റെ പ്രത്യേകത, അതുപോലെ ഡി ബ്ലോക്കിൻ്റെ പ്രത്യേകത, ഡി ബ്ലോക്കിൻ്റെ ഓക്സീകരണാവസ്ഥ, എഫ് ബ്ലോക്കിൻ്റെ പ്രത്യേകത, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ഈ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ക്ലാസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പീരിയോഡിക് ടേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് നമ്മൾ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൻ്റെ കുറഞ്ഞ ഭാഗം നമ്മൾ 9ാം ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്ററിലൂടെയും അതുപോലെ 3ാമത്തെ ചാപ്റ്ററിലൂടെയും ആറ്റത്തിൻ്റെ ഘടന അഥവാ സ്ട്രക്ചർ ഓഫ് ആറ്റം, അതുപോലെ മൂലക വർഗീകരണവും പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിലൂടെ കുറച്ച് ഭാഗം പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പാഠത്തിലേക്ക് വരാം. അഥവാ നമുക്കറിയാം, ആ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആറ്റങ്ങളെ ആറ്റോമിക നമ്പർ കൂടിയുയരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ക്രമീകരണത്തെയാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയാം. അതായത് അറേഞ്ച്മെന്റ് ഓഫ് എ എലമെന്റ്സ് വിത്ത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് their atomic number in which contain 18 vertical columns, 7 horizontal columns. അതായത് ആറ്റങ്ങളെ അവയുടെ ആറ്റോമിക നമ്പർ കൂടിയുയരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ക്രമീകരണത്തെയാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, 9ാം ക്ലാസ്സിൽ നമ്മൾ അൻഡോയ്, ലാവോസിയ, അതുപോലെ മെൻഡലിയഫ് പീരിയോഡിക് ടേബിൾ, അതുപോലെ മോസ്ലി ധാരാളം പീരിയോഡ് ടേബിൾ പഠിച്ചിട്ടുണ്ട്. അത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കെമിസ്ട്രി പഠിക്കാൻ ഉപയോഗിക്കുന്ന പീരിയോഡ് ടേബിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ആറ്റോമിക നമ്പർ കൂടിയിരുന്ന ക്രമത്തിൽ ആറ്റങ്ങളെ ക്രമീകരിച്ചിട്ടുള്ള ക്രമീകരണത്തെയാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അതിൽ 18 കുത്തനെയുള്ള കോളങ്ങളുണ്ട്, അതിനാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതുപോലെ 7 വിരിങ്ങനെയുള്ള കോളങ്ങളുണ്ട്, ഇവയാണ് പിരീഡുകൾ എന്ന് പറയുന്നത്. അതായത് ആധുനിക പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പും 7 പിരീഡും ഉണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് 4 ബ്ലോക്കുകൾ ചേർന്നതാണ്. അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് എസ് ബ്ലോക്ക് മൂലകം എന്ന് പറയുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളെ ഡി ബ്ലോക്ക് മൂലകം എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ട്, ട്രാൻസിഷൻ എലമെന്റ്സ്. അതുപോലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങളെ പി ബ്ലോക്ക് എന്നും താഴെയുള്ള 2 നിരകളിലായി ക്രമീകരിച്ചിരിക്കുന്ന മൂലകങ്ങളെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നു. അതായത് 4 ബ്ലോക്കുകൾ ചേർന്നാണ് എസ് പി ഡി എഫ്, ഈ 4 ബ്ലോക്കുകൾ ചേർന്നാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, ആറ്റം സെല്ലുകളെ കുറിച്ച് പറയുന്നുണ്ട്. സെല്ലുകളെ കുറിച്ച് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ആറ്റത്തിൻ്റെ ഘടന അഥവാ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലൂടെ പഠിച്ചതാണ്. എന്നിരുന്നാലും ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കറിയാം, ആറ്റം മാതൃക പ്രധാനമായിട്ടും ഒന്നാമത്തെ ചാപ്റ്ററിലൂടെ 3 ആറ്റം മാതൃകയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ജെ തോംസൺ ആറ്റം മാതൃക, അതുപോലെ റൂദർഫോർഡ് ആറ്റം മാതൃക, നീൽസ് ബോർ ആറ്റം മാതൃക. വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ആറ്റത്തെക്കുറിച്ചുള്ള ഐഡിയ കിട്ടിയിരുന്ന ഒരു ആറ്റം മാതൃകയാണ് ബോർ ആറ്റം മാതൃക. ഈ ബോർ ആറ്റം മാതൃക ബേസ് ചെയ്തിട്ടാണ് ഷെല്ലുകൾ അഥവാ KLMN ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് 9ാം ക്ലാസ്സിൽ. അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതായത് നമുക്കറിയാം, ഒരു ബോർ ആറ്റം മാതൃകയോട് പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. All substance made by smallest particle is called atoms.
അതുപോലെ ഓരോ ആറ്റത്തിനും വ്യത്യസ്ത സ്വഭാവമായിരിക്കും, വ്യത്യസ്ത മാസ്സായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് ആയിക്കൊള്ളണമെന്നില്ല നൈട്രജൻ ആറ്റത്തിന്, നൈട്രജൻ ആറ്റത്തിൻ്റെ സ്വഭാവം ആയിക്കൊള്ളണമെന്നില്ല കാർബൺ ആറ്റത്തിന്, കാർബണിൻ്റെ വെയിറ്റ് ആയിക്കൊള്ളുന്നില്ല ഫ്ലൂറിൻ ആറ്റത്തിന്. അത് വ്യത്യസ്ത മൂലക ആറ്റങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവമായിരിക്കും, വ്യത്യസ്ത മാസ്സായിരിക്കും. അതുപോലെ ഒരു ആറ്റത്തിന് മധ്യഭാഗം ഉണ്ടായിരിക്കും. ഒരു ആറ്റത്തിൻ്റെ മധ്യഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. സെൻട്രൽ പാർട്ട് ഓഫ് എ ആറ്റം ഈസ് കോൾഡ് ന്യൂക്ലിയസ്. അതുപോലെ ആറ്റംസ് കൂടിച്ചേർന്ന് സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ആറ്റംസ് കമ്പൈൻ ടുഗദർ ടു ഫോം കോമ്പൗണ്ട്സ്. അതുപോലെ ഒരു ആറ്റത്തിന് പുറമെ ചില പ്രത്യേക വക്രപാതയിലൂടെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് അറ്റ് എ പർട്ടിക്കുലർ പാത്ത്. ദിസ് പാത്ത് ഈസ് കോൾഡ് ഓർബിറ്റ് ഓർ ഷെൽ. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസുകൾ പ്രത്യേക വക്രപാതയിലൂടെ ന്യൂക്ലിയസ് ചുറ്റും കറങ്ങുന്നു. ഈ കറങ്ങുന്ന ഭാഗത്തെ ഷെല്ലുകൾ അഥവാ ഓർബിറ്റുകൾ എന്ന് പറയുന്നു. അതുപോലെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ന്യൂക്ലിയസിൽ നിന്ന് ഷെല്ലുകളിലേക്കുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടിയിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഷെല്ലുകൾ. കെ ഷെൽ ഒന്നാമത്തെ ഷെല്ലാണ്, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. ലാസ്റ്റ് പോയിന്റ്, ഓരോ സെല്ലിലെയും പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുവാനുള്ള പൊതുവായിട്ടുള്ള സമവാക്യമാണ് 2 × n². 2n² is the equation for finding the number of electrons, maximum number of electrons in each cell or each orbit. നോക്കൂ, അത് പ്രകാരം നമ്മൾ കെ എന്ന സെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺസ് മാത്രമേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32. ഇതെല്ലാം 9ാം ക്ലാസ്സിൽ വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു, ശ്രദ്ധിക്കൂ. നമുക്കറിയാം 2 × n² എന്നാണ് പൊതുവായിട്ടുള്ള സമവാക്യം. ഓരോ സെല്ലിലെയും പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുവാനുള്ള പൊതുവായിട്ടുള്ള സമവാക്യമാണ് 2 × n². ഈ സമവാക്യം വെച്ച് കെ എന്ന സെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളും നോക്കൂ, 2 × ഈ n² ഉദ്ദേശിക്കുന്നത് ഓരോ സെല്ലിലെയും സ്ഥാനത്തെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കെ ഒന്നാമത്തെ സെല്ലായതുകൊണ്ട് നമുക്ക് ഈ n² സ്ഥാനത്ത് 1² എന്ന് കൊടുക്കാം. അപ്പോൾ 2 × 1² 1 തന്നെയാണ്. 2 × 1 2. ഇത് പ്രകാരം കെ എന്ന സെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺസ് മാത്രമേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. മനസ്സിലായി? അതുപോലെ എൽ എന്ന സെല്ലിൽ 2 × n² എന്നാണ് പൊതുവായിട്ടുള്ള സമവാക്യം. 2 × n² സ്ഥാനത്ത് എൽ സെല്ല് രണ്ടാമത്തെ സെല്ലായതുകൊണ്ട് 2² എന്ന് കൊടുക്കാം. 2² 4 ആണ്. 2 × 4 8. എൽ എന്ന സെല്ലിൽ പരമാവധി 8 ഇലക്ട്രോൺസ് മാത്രമേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. മനസ്സിലായി? അതുപോലെ എമ്മിൽ 2 × n². എം മൂന്നാമത്തെ സെല്ലാണ്. അതുകൊണ്ട് നമുക്ക് 2 × n² സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, 3² എന്ന് കൊടുക്കാം. 3² 9 ആണ്. 2 × 9 18. എം എന്ന സെല്ലിൽ പരമാവധി 18 ഇലക്ട്രോൺസ് മാത്രമേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. അതുപോലെ നാലാമത്തെ സെല്ലായ 2 × n². n നാലാമത്തെ സെല്ലായതുകൊണ്ട് 2 × n² സ്ഥാനത്ത് 4² എന്ന് കൊടുക്കാം. 4² 16 ആണ്. 2 × 16 32. ഇത് 9ാം ക്ലാസ് വരെ വ്യക്തമായി പഠിച്ചതാണ്. ഒന്നാമത്തെ പാഠമായ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലൂടെ ഷെല്ലുകളെ കുറിച്ച് പഠിച്ചതാണ്. ഓരോ ഷെല്ലുകളിലെയും പരമാവധി കാണപ്പെടുന്ന ഇലക്ട്രോൺസ് എണ്ണം കണ്ടുപിടിക്കാനുള്ള സമവാക്യം വെച്ചിട്ട് കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32 വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഭാഗമാണ്. ഒന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയത് മാത്രം. ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം. വേണമെങ്കിൽ നമ്മൾ 9ാം ക്ലാസ്സിൽ ആറ്റം മാതൃക വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒന്ന് വരച്ച് നോക്കാം. കാർബൺ സി. കാർബൺ സി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അറ്റോമിക് നമ്പർ 6 ആണ്. മാസ് നമ്പർ 12 ആണ്. നമുക്കറിയാം ആറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിനുണ്ടായിരിക്കും, അത്രയും പ്രോട്ടോൺസ് ഒരു ആറ്റത്തിനുണ്ടായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറ്റോമിക് നമ്പർ സമം ഇലക്ട്രോൺസിന്റെ എണ്ണം സമം പ്രോട്ടോൺസിന്റെ എണ്ണം എന്നാണ് പഠിച്ചിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് കാർബൺ 6 ഇലക്ട്രോൺസുകൾ ഉണ്ടായിരിക്കും കാർബണിന്റെ ഷെല്ലുകളിലായിട്ട്. അതുപോലെ 6 പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും കാർബണിന്റെ സെൻട്രൽ പാർട്ടായ ന്യൂക്ലിയസിൽ.
നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ മധ്യഭാഗത്തുമായി ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് ഉണ്ടാവും, ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസും കാണപ്പെടും. അത് പ്രകാരം നമുക്ക് കാർബണിന്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം. കെ എന്ന ഷെല്ലിൽ പരമാവധി 2 കാണപ്പെടുകയുള്ളൂ. ടോട്ടൽ 6 ഇലക്ട്രോൺസ് ആണ്. 6 - 2 4. എൽ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് കാണപ്പെടും. 2 + 4 6. ഇതാണ് കാർബണിന്റെ ഷെൽ ഇലക്ട്രോണിക് വിന്യാസം. ഇനി നമുക്ക് കാർബണിന്റെ നീൽസ് ബോർ ആറ്റം മാതൃക വരച്ചു നോക്കാം. നമ്മൾ 9ാം ക്ലാസ് വരച്ചതാണ്, ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ ആദ്യം ഒരു ആറ്റത്തിന്റെ ബോർ ആറ്റം മാതൃക വരക്കുമ്പോൾ ആദ്യം ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണ് വരയ്ക്കേണ്ടത്. ഞാൻ കാർബൺ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് വരച്ചു. നമുക്കറിയാം കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അതുകൊണ്ട് കാർബണിന്റെ പ്രോട്ടോൺസ് എണ്ണം എന്തായിരിക്കും? 6 ആയിരിക്കും. നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ ന്യൂട്രോൺസിന് എണ്ണം കാണണമെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. 12 - 6 6 ന്യൂട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ 6 + 6 12. ഇതാണ് കാർബണിന്റെ ന്യൂക്ലിയസ്. നമുക്കറിയാം കെ എന്ന സെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺസ് കാർബൺ കാണപ്പെടുകയുള്ളൂ. 1 2. എൽ എന്ന സെല്ലിൽ പരമാവധി കാണപ്പെടുന്ന ഇലക്ട്രോൺസ് തന്നെ 8 ആണെങ്കിലും കാർബൺ എത്ര ഉണ്ടാവുള്ളൂ? 4 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് പ്രകാരം 1 2 3 4. ഇതാണ് കാർബൺ ആറ്റത്തിന്റെ നീൽസ് ബോർ ആറ്റം മാതൃക. ഇനി നമുക്ക് 10ാം ക്ലാസ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ എന്താണ് ആറ്റം, അതുപോലെ ആറ്റത്തിന്റെ മധ്യഭാഗത്തെ എന്ത് വിളിക്കുന്നു, അതുപോലെ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് എവിടെ കാണപ്പെടുന്നു, എന്താണ് ഷെല്ലുകൾ, ഓരോ ഷെല്ലുകളും പരമാവധി എത്ര ഇലക്ട്രോണുകൾ കാണപ്പെടും എന്നുള്ളതൊക്കെ നമ്മൾ 9ാം ക്ലാസ് പഠിച്ചതാണ്. അത് വീണ്ടും ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തി. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് നമുക്ക് ഞാൻ പറഞ്ഞു സബ്ഷെല്ലുകളെ കുറിച്ചാണ്. നോക്കൂ, നമുക്കറിയാം കെ എന്ന സെല്ല് 1ാമത്തെ സെല്ലായതുകൊണ്ട് ആ കെ എന്ന സെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകൾ കാണപ്പെടും. ഈ 2 ഇലക്ട്രോണുകൾ കെ എന്ന സെല്ലിലുള്ള സബ്ഷെല്ലുകളിലായിട്ടാണ് കാണപ്പെടുക. അതായത് ഓരോ ഇലക്ട്രോൺസ് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഊർജ്ജ നിലകളാണ്, പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഷെല്ലുകൾ. അതായത് കെ എൽ എം എൻ. ഈ കെ 1ാമത്തെ ഷെല്ലായതുകൊണ്ട് കെ എന്ന പ്രധാനപ്പെട്ട ഷെല്ലിനുള്ളിൽ ഒരു ഊർജ്ജനില കുറഞ്ഞ ഭാഗം മാത്രമേ ഉള്ളൂ, ഒരു സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. അതാണ് എസ് എന്ന സബ്ഷെല്ല്. ഒന്നുകൂടെ പറയാം, പ്രധാനപ്പെട്ട ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഈ ഷെല്ലുകളുടെ ഉള്ളിൽ തന്നെ ഊർജ്ജനില കുറഞ്ഞ ഭാഗങ്ങളുണ്ട്, അതായത് സബ്ഷെല്ലുകളുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ കെ 1ാമത്തെ പ്രധാനപ്പെട്ട സെല്ലായതുകൊണ്ട് കെ എന്ന സെല്ലിൻ്റെ ഉള്ളിൽ ഒരു ഊർജ്ജനില കുറഞ്ഞ ഭാഗം മാത്രമേ ഉള്ളൂ, അതായത് ഒരു സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. അത് എസ് എന്ന സബ്ഷെല്ലാണ്. നമുക്കറിയാം കെ എന്ന സെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺസ് മാത്രമാണ് ഉൾക്കൊള്ളുക. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് പൂർണ്ണമായിട്ട് എവിടെയായിരിക്കും? ഈ എസ് എന്ന സബ്സെല്ലിലായിരിക്കും ഉൾക്കൊള്ളുക. അതുകൊണ്ട് ഞാൻ S2 എന്ന് എഴുതുന്നു. ഇനി നോക്കൂ, എൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് കഴിഞ്ഞ 2ാമത്തെ സെല്ലാണ്. 2ാമത്തെ ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ഭാഗത്തെയാണ് എൽ സെൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2ാമത്തെ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ 2 ഊർജ്ജനില കുറഞ്ഞ ഭാഗങ്ങളുണ്ട്, അതായത് 2 സബ്ഷെല്ലുകൾ ഉണ്ട് എന്നാണ് അർത്ഥം. അത് 1 കെയിലുള്ള എസ് തന്നെയാണ്, 2 എന്താണ്? പി ആണ്. അപ്പൊ 2 സബ്ഷെല്ലുകളുണ്ട് എൽ എന്ന സെല്ലിൽ, 1 എസ് 2 പി. നമുക്കറിയാം എൽ എന്ന സെല്ലിൽ പരമാവധി 8 ഇലക്ട്രോൺസ് ആണ് ഉൾക്കൊള്ളുക. അപ്പൊ എസിൽ 2 ആയതുകൊണ്ട് ഇവിടെയുള്ള ഈ എസിൽ 2 ആയിരിക്കും. നോക്കൂ, ടോട്ടൽ 8 ആണ്. 8 - 2 6. പിയിൽ 6 ആയിരിക്കും. നോക്കൂ, 2 + 6 8. ശരിയാണ്. ഇനി നോക്കൂ, പ്രധാനപ്പെട്ട ഇലക്ട്രോൺസ് കാണപ്പെടുന്ന 3ാമത്തെ ഭാഗമാണ്, 3ാമത്തെ സെല്ലാണ് എം എന്ന സെല്ല്. അതുകൊണ്ട് തന്നെ 3 സബ്ഷെല്ലുകൾ ഉണ്ടായിരിക്കും. 1 എസ് ആണ്, ആ എസ് കെയിലുമുണ്ട് എല്ലിലുമുണ്ട്. 2 എന്താണ്? പി ആണ്, ആ പി എന്ന സബ്ഷെല്ല് എൽ എന്ന ഷെല്ലുകളിലുണ്ട്. ഇനി 3 നോക്കൂ, ഡി ആണ്, എസ് പി ഡി. നമുക്കറിയാം എം എന്ന പ്രധാനപ്പെട്ട സെല്ലിൽ 18 ഇലക്ട്രോൺസ് കാണപ്പെടും. അത് എസിൽ ഇവിടെ 2 ആണ്, ഈ എസിൽ 2 ആണ്. അതുകൊണ്ട് ഈ എസിലും എന്തായിരിക്കും? 2 തന്നെയായിരിക്കും. പിയിൽ ഇവിടെ 6 ആണ്, അതുകൊണ്ട് ഇവിടെയും 6 ആയിരിക്കും. നമുക്കറിയാം 2 + 6 8. ടോട്ടൽ 18 ആണ്. അതുകൊണ്ട് തന്നെ ഡിയുടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കാണണമെങ്കിൽ 18 - 8. അപ്പൊ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. 2 + 6 8, 8 + 10 18. ഇനി നോക്കൂ,
എൻ എന്ന പ്രധാനപ്പെട്ട ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ഭാഗം പ്രധാനപ്പെട്ട സെല്ലാണ്, നാലാമത്തെ സെല്ലാണ് എൻ. അതുകൊണ്ട് 4 സബ് സെല്ലുകൾ ഉണ്ടായിരിക്കും. ഒന്നെന്താണ് എസ് ആണ്, ഈ എസ് കെയിലുണ്ട്, എല്ലിലുണ്ട്, എമ്മിലുണ്ട്. രണ്ടെന്താണ് പി ആണ്, പി രണ്ടാമത്തെ സെല്ലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എല്ലിൽ പി ഉണ്ട്, എമ്മിൽ പി ഉണ്ട്. മൂന്നെന്താണ് ഡി ആണ്, ഡി മൂന്നാമത്തെ സെല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കൂ, നാലെന്താണ് എഫ് ആണ്, എസ് പി ഡി എഫ്. നോക്കൂ, എസ്സിൽ ഇവിടെ 2, ഇ എസ്സിൽ 2, ഇ എസ്സിൽ 2, അതുകൊണ്ട് ഇ എസ്സിൽ 2 ആണ്. പിയിൽ ഇവിടെ 6, ഇവിടെയും 6, അതുകൊണ്ട് ഇവിടെയും 6 ആണ്. ഡിയിൽ ഇവിടെ 10, അതുകൊണ്ട് ഇവിടെയും 10 ആണ്. ടോട്ടൽ എന്നിൽ ഉൾക്കൊള്ളേണ്ട ഇലക്ട്രോൺസ് എണ്ണം എത്രയാണ്? 32 ആയതുകൊണ്ട് തന്നെ 2 + 6 8, 8 + 10 18, ടോട്ടൽ 32 ആണ്. 32 - 18, അപ്പം എന്ത് കിട്ടും? എഫിൽ 14 എന്ന് കിട്ടും. 2 + 6 8, 8 + 10 18, 18 + 14 32. നമുക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന 4 ബ്ലോക്കുകൾ ചേർന്നതാണ് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അതുപോലെ 4 സബ് സെല്ലുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതും എന്താണ്? എസ് പി ഡി എഫ് 4 സബ് സെല്ലുകളുണ്ട്. ഇനി നോക്കൂ, എല്ലാ സെല്ലുകളിലും പൊതുവായി കാണപ്പെടുന്ന സബ് സെല്ലാണ് എസ്. കെയിൽ എസ് ഉണ്ട്, എല്ലിൽ എസ് ഉണ്ട്, എമ്മിൽ എസ് ഉണ്ട്, എന്നിൽ എസ് ഉണ്ട്. ഈ സബ് സെല്ലുകളുടെ മുകളിൽ എഴുതുന്ന സംഖ്യ എന്ന് പറയുന്നതാണ് ആ സബ് സെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺസിന് എണ്ണമാണ്. അതോട് നോക്കൂ, എസ്സിൽ 2, എസ്സിൽ 2, S2, എസ്സിൽ 2, S2, എസ്സിൽ 2. ഈ സബ് സെല്ലിന്റെ മുന്നേ ഇടുന്ന സംഖ്യ ആ സബ് സെല്ലിന്റെ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഞാൻ കെ ഈ എസ് ഒന്നാമത്തെ സെല്ലിലുള്ള എസ് ആയതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കുന്നു? 1 എന്ന് കൊടുക്കുന്നു. കാരണം ഒന്നാമത്തെ എസ് ആണ്, 1s2. അതുപോലെ നോക്കൂ, എല്ല് രണ്ടാമത്തെ സെല്ലാണ്, അതുകൊണ്ട് തന്നെ ഈ എസും ഈ പി എന്താണ്? രണ്ടാമത്തെ സെല്ലിലുള്ള സബ് സെല്ലായതുകൊണ്ട് ഞാൻ 2s2. അതുപോലെ 2p6. ഈ സബ് സെല്ലിന്റെ മുന്നേ ഇടുന്ന സംഖ്യയാണ് സബ് സെല്ലിന്റെ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. എത്രാമത്തെ സബ് സെല്ലിൽ എന്ന സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നോക്കൂ, ഈ എസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ എം എന്ന സെല്ലിലുള്ള എസ് ആണ്. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു 3s2, മൂന്നാമത്തെ എസ്. നോക്കൂ, ഈ പി ഞാൻ 3p6, മൂന്നാമത്തെ സെല്ലിലുള്ള പി എന്ന സബ് സെല്ല്. നോക്കൂ, 3d10, മൂന്നാമത്തെ സെല്ലിലുള്ള ഡി എന്ന സബ് സെല്ല്. നോക്കൂ, അത് പ്രകാരം 4s2, 4p6, 4d10, 414. അതായത് എല്ലാ സെല്ലുകളിലും പൊതുവായി കാണപ്പെടുന്ന സബ് സെല്ലാണ് എസ് എന്ന സബ് സെല്ല്. എസിൽ പരമാവധി 2 ഇലക്ട്രോൺസ് മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ. പരീക്ഷ ചോദിക്കാറുണ്ട്, വിച്ച് ഈസ് ദ കോമൺ സബ് സെൽ ചോദിക്കാറുണ്ട്. ബ്രാക്കറ്റിൽ SPDF കൊടുക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എസ് എന്നാണ് പ്രധാനപ്പെട്ട എല്ലാ സെല്ലുകളിലും കാണപ്പെടുന്ന സബ് സെല്ല്. ഇനി നോക്കൂ, എസിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺസ് എത്രയാണ്? 2 ആണ്. 2, 2, 2, 2. അതുപോലെ പി എന്ന സബ് സെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രണ്ടാമത്തെ സെല്ലായ എല്ലിലാണ്, 2p6. പി എന്ന സെല്ലിൽ പരമാവധി 6 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും, p6, p6, p6. അതുപോലെ ഡി എന്ന സെല്ലിൽ പരമാവധി 10 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും. അതുപോലെ എഫ് എന്ന സബ് സെല്ലിൽ പരമാവധി 14 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും. ചില പരീക്ഷ ചോദിക്കാറുണ്ട്, താഴെ തന്നിരിക്കുന്നവയിൽ സാധ്യത ഇല്ലാത്ത സബ് സെൽ ഇലക്ട്രോണിക് വിന്യാസം ഏതും ചോദിക്കാറുണ്ട്. ഒരു മാർക്ക് സാധാരണ ചോദിക്കാറുണ്ട്. ബ്രാക്കറ്റിൽ 2s2, അതുപോലെ 2s, അതുപോലെ 3d, അതുപോലെ 1f, 6p എന്ന് കൊടുക്കാറുണ്ട്. താഴെ തന്നിരിക്കുന്ന സബ് സെല്ലുകളിൽ സാധ്യതയില്ലാത്ത സബ് സെല്ല് ഏത്, അതായത് തെറ്റായ സബ് സെല്ല് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, 2s സാധ്യത ഉള്ളതാണ്, 3d സാധ്യത ഉള്ളതാണ്, 6p അത് സാധ്യത ഉള്ളതാണ്. ഇതിൽ സാധ്യത ഇല്ലാത്ത എന്താണ്? 1f. അതായത് എഫ് എന്ന സബ് സെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് 4ാമത്തെ സെല്ലിലാണ്, അതുപോലെ 1ാമത്തെ സെല്ലിലല്ല. അപ്പോൾ 1f എന്താണ്? 1f എന്താണ്? തെറ്റാണ്, സാധ്യത ഇല്ലാത്ത സബ് സെല്ലാണ്. ഇങ്ങനെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കേണ്ടത് ആറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ മുതൽ ആറ്റോമിക് നമ്പർ 30 സിങ്ക് വരെയുള്ള എല്ലാ എലമെൻസിൻ്റെയും സബ് ഷെൽ ഇലക്ട്രോണിക് വിന്യാസമാണ്.
നമ്മൾ ആറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ മുതൽ 20 കാൽസ്യം വരെയുള്ള എല്ലാ മൂലകങ്ങളുടെയും ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിച്ച കുറേ ഭാഗങ്ങൾ നമ്മളിപ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് 1 ഹൈഡ്രജൻ മുതൽ 30 സിങ്ക് വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെയാണ് എഴുതൽ എന്ന് മനസ്സിലാക്കാം. നോക്കൂ, നമുക്കറിയാം ആറ്റോമിക് നമ്പർ 1 ഹൈഡ്രജനാണ്. ഞാൻ 1 മുതൽ 30 വരെയുള്ള എല്ലാ എലമെൻസിൻ്റെയും ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സബ്ഷെൽ കോൺഫിഗറേഷൻ രണ്ടും എഴുതുന്നു. അപ്പോൾ ആദ്യം എഴുതാൻ പോകുന്നത് ഒരു ആരോ മാർക്ക് ഇട്ട് എഴുതുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഷെൽ ഇലക്ട്രോണിക് വിന്യാസമാണ്. നമുക്കറിയാം ഹൈഡ്രജൻ H എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അറ്റോമിക് നമ്പർ 1 ആണ്. നമുക്കൊരു അറ്റോമിക് നമ്പർ താഴെ എഴുതുന്നു, മാസ് നമ്പർ മുകളിൽ എഴുതുന്നു. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന് എണ്ണം 1 ആയിരിക്കും, പ്രോട്ടോൺസിന് എണ്ണം 1 ആയിരിക്കും. നമ്മൾ പഠിച്ചിരിക്കുന്നത് ആറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ്. ഞാൻ ആദ്യം എഴുതുന്നത് ഹൈഡ്രജൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നോക്കൂ, ഒരൊറ്റ ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു ഇലക്ട്രോൺസ് K എന്ന ഷെല്ലിലായിരിക്കും. അപ്പോൾ 1. ഇതാണ് ഹൈഡ്രജൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതൊരു ആരോ മാർക്ക് ഇട്ട് ഞാൻ ഹൈഡ്രജൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുന്നു. നമുക്കറിയാം നമ്മൾ ഹൈഡ്രജന് 1 ഇലക്ട്രോൺസ് Kയിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഈ Kയിലുള്ള Sലായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഞാൻ S1 എന്ന് എഴുതുന്നു. ഇത് K ഒന്നാമത്തെ S, ഈ S എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലിലുള്ള S ആയതുകൊണ്ട് ഞാൻ 1s1 എന്ന് എഴുതുന്നു. ഇതാണ് ഹൈഡ്രജൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം. ഒന്നുകൂടെ പറയുന്നു, ഹൈഡ്രജൻ H എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ആറ്റോമിക് നമ്പർ 1 ആണ്. അതുകൊണ്ട് 1 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആദ്യം എഴുതുന്നത് ഹൈഡ്രജൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. Kയിൽ എത്ര, Lൽ എത്ര, Mൽ എത്ര എന്നുള്ളത്. അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് 1 ഇലക്ട്രോൺസ് K എന്ന ഷെല്ലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ 1 എന്ന് എഴുതി. ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം, ഈ 1 ഇലക്ട്രോൺസ് Kയിലുള്ള Sലായിരിക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ S1 എന്ന് എഴുതി. എത്രാമത്തെ S ആണ് മനസ്സിലാക്കാൻ വേണ്ടി Kയിലുള്ള S, അതായത് ഒന്നാമത്തെ S ആയതുകൊണ്ട് ഞാൻ 1s1 എന്ന് എഴുതി. അതാണ് ഹൈഡ്രജൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം. അത് പ്രകാരം 30 വരെ എഴുതേണ്ടതുണ്ട്. നോക്കൂ, 2 നോക്കൂ, ഹീലിയം He ഷെൽ ഇലക്ട്രോണിക് വിന്യാസം 2. Kയിൽ പരമാവധി 2 ഉൾക്കൊള്ളാൻ പാടുള്ളൂ. ആ 2 ഇലക്ട്രോൺസ് Kയിൽ ഹീലിയത്തിനുണ്ടായിരിക്കും. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നു. ഈ 2 ഇലക്ട്രോൺസ് Kയിലുള്ള ഈ Sലായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് S2. ഇത് Kയിലുള്ള S ആയതുകൊണ്ട് ഒന്നാമത്തെ S ആയതുകൊണ്ട് 1s2. ഇതാണ് ഹീലിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം. ഇനി നോക്കൂ, Li ലിഥിയം ആറ്റോമിക് നമ്പർ 3. ഞാൻ ആദ്യം ഷെൽ കോൺഫിഗറേഷൻ എഴുതുന്നു. 3 ഇലക്ട്രോൺസ് ലിഥിയത്തിനുണ്ടായിരിക്കും. പക്ഷേ 3ഉം Kയിൽ ഉൾക്കൊള്ളുകയില്ല. നമ്മൾ പറഞ്ഞു Kയിൽ 2 ഉൾക്കൊള്ളുകയുള്ളൂ. മൂന്നാമത്തെ ഇലക്ട്രോൺസ് Lലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ 2,1. ഇതാണ് ലിഥിയത്തിൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. ഈ 2 ഇലക്ട്രോൺസ് Kയിലുള്ള Sലായിരിക്കും. അതുകൊണ്ട് S2. എത്രാമത്തെ S ആണ്? ഒന്നാമത്തെ S ആയതുകൊണ്ട് 1s2. നോക്കൂ, ഈ S നിറഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺസ് ഈ രണ്ടാമത്തെ സെല്ലിലേക്കാണ് പോവുക. അത് Lലുള്ള S ആണ്. L രണ്ടാമത്തെ സെല്ലാണ്. അതുകൊണ്ട് 2s1. നോക്കൂ, 2 + 1 3. റൈറ്റ്. ഇനി അടുത്ത് നോക്കൂ, ബെറീലിയം ആറ്റോമിക് Be 4 ആണ്. ഷെൽ കോൺഫിഗറേഷൻ എഴുതുന്നു. ബെറീലിയത്തിൽ 4 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. 4ഉം Kയിൽ പോവുകയില്ല. Kയിൽ 2 പോവുകയുള്ളൂ. ബാക്കി 2 Lലായിരിക്കും. അപ്പോൾ 2,2 2,1 ഉള്ളത് 2,2 എന്നായി മാറും. നോക്കൂ, സബ്ഷെൽ കോൺഫിഗറേഷൻ ഈ 2 എന്ന് പറയുന്നത് Kയിലുള്ള Sലായതുകൊണ്ട് 1s2. 2. നോക്കൂ, ഈ 2 എന്ന് പറയുന്നത് Lലുള്ള Sലായിരിക്കും. അതുകൊണ്ട് 2s1 എന്തായി മാറും? 2s2. 2 + 2 4. ശരിയാണ്. ഇനി നെക്സ്റ്റ് നോക്കൂ, ബോറോൺ ആറ്റോമിക് നമ്പർ 5 ആണ്. 5 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. Kയിൽ 2, Lൽ 3. 2,2 എന്നുള്ളത് 2,3 എന്നായി മാറുന്നു. 2 + 3 5. ഇനി സബ്ഷെൽ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 1s2. ഈ 2 1s2 ഇവിടെ എത്തി.
ഈ 3 ഇലക്ട്രോൺസും ഈ എസ്സിൽ പോവുകയില്ല, എസ്സിൽ 2 പോവുകയുള്ളൂ. എസ്സോടെ ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോറോൺ എന്ന ആറ്റത്തിന്റെ 5ാമത്തെ ഇലക്ട്രോൺസ് ഈ 2ാമത്തെ പിയിലേക്കാണ് പോവുക. അതുകൊണ്ട് 1s2 2s2 4 ഇലക്ട്രോൺസ് ആയി, 2 + 4 ഇലക്ട്രോൺസ് ആയി. 5ാമത്തെ ഇലക്ട്രോൺസ് ഈ എസ് ഫില്ലായി, അത് നെക്സ്റ്റ് ഇലക്ട്രോൺസ് ഈ പിയിലേക്ക് പോകുന്നു. 2ാമത്തെ പി ആണ്. അതുകൊണ്ട് 2p1. പിയിൽ 6 വരെ പോകാം. പിയിൽ ഇപ്പോൾ 1 ഇലക്ട്രോൺസ് മാത്രമേ ആയിട്ടുള്ളൂ. 2 + 2 4, 4 + 1 5. ഞാൻ അടുത്ത് നോക്കൂ, കാർബൺ സി ആറ്റം നമ്പർ 6 ആണ്. 6 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. കെ എന്ന സെല്ലിൽ 2.3 എന്നുള്ളത് 2.4 എന്നായി മാറുന്നു. കെയിൽ 2, എല്ലിൽ 4, എല്ലിൽ 8 വരെ പോകാം. പക്ഷേ കാർബൺ എൽ എന്ന സെല്ലിൽ 4 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നോക്കൂ, സബ്ഷെൽ കോൺഫിഗറേഷൻ ഈ 2 എന്ന് പറയുന്നത് കെയിലുള്ള ഈ എസ്സിലായതുകൊണ്ട് 1s2. ബാക്കി 4 ഇലക്ട്രോൺസും ഈ എസ്സിൽ പോവുകയില്ല, 2 പോവുകയുള്ളൂ. അതുകൊണ്ട് 2s2. ഈ 2p1 എന്തായി മാറുന്നു? 2p2 ആയി മാറുന്നു. 2p1 2p2 ആയി മാറുന്നു. ഇപ്പൊ 2 + 2 4, 4 + 2 6. റൈറ്റ്. ഞാൻ അടുത്ത് നോക്കൂ, നൈട്രജൻ എ 2,4 എന്നുള്ളത് 2,5 ആയി മാറുന്നു. കെ എന്ന സെല്ലിൽ 2, എൽ എന്ന സെല്ലിൽ 5, 2 + 5 7. നോക്കൂ, സബ്ഷെൽ കോൺഫിഗറേഷൻ 1s2 2s2 2p2 എന്തായി മാറുന്നു? 2p3 ആയി മാറുന്നു. 7ാമത്തെ ഇലക്ട്രോൺസ് 2p2ലേക്ക് പോകുമ്പോൾ 2p3 ആയി മാറുന്നു. 2 4 4 + 3 7. ഇനി അടുത്ത് നോക്കൂ, ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് 8 ആണ്. കെ എന്ന സെല്ലിൽ 2, എൽ എന്ന സെല്ലിൽ 6, 2 + 6 8. സബ്ഷെൽ കോൺഫിഗറേഷൻ നോക്കൂ, 1s2 2s2 2p3 എന്തായി മാറുന്നു? 2p4 ആയി മാറുന്നു. നമുക്കറിയാം പിയിൽ പരമാവധി 6 ഇലക്ട്രോൺസ് വരെ പോകാം. 4 ആയിട്ടുള്ളൂ. 2 + 2 4, 4 + 4 8. നെക്സ്റ്റ് നോക്കൂ, ഫ്ലൂറിൻ ആറ്റം നമ്പർ 9 ആണ്. 2,6 എന്നുള്ളത് എന്തായി മാറും? 2,7 എന്നായി മാറുന്നു. 2 + 9. ഇതാണ് ഫ്ലൂറിൻ ആറ്റത്തിന്റെ സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കെയിൽ 2, എല്ലിൽ 8 വരെ പോകാം. പക്ഷേ ഫ്ലൂറിന് 7 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. 2 + 9. ഈ സബ്ഷെൽ നോക്കൂ, ഈ 2 എന്ന് പറയുന്നത് 1s2. ഈ എയിൽ 2 2s, 2s2. ബാക്കി 5 ഉണ്ട്. 5 2 + 2 4, ബാക്കി 5 ഇലക്ട്രോൺസ് ഉണ്ട്. 2p4 എന്തായി മാറുന്നു? 2p5 ആയി മാറുന്നു. 1s2 2s2 2p4 എന്തായി മാറുന്നു? 2p5 ആയി മാറുന്നു. 2 + 2 4, 4 + 5 9. ഇനി നോക്കൂ, നിയോൺ ആറ്റോമിക് നമ്പർ 10. ഇലക്ട്രോൺ ഷെൽ കോൺഫിഗറേഷൻ 2,7 ഉള്ളത് 2,8 ആയി മാറുന്നു. സബ്ഷെൽ കോൺഫിഗറേഷൻ 1s2 2 2s2 4 2p5 എന്തായി മാറുന്നു? 2p6 ആയി മാറുന്നു. 2 + 2 4, 4 + 6 10. നമുക്കറിയാം എല്ലാ പി എന്ന സബ്ഷെല്ലിലും പരമാവധി 6 ഇലക്ട്രോൺസ് മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ. അതിവിടെ പി എന്ന സബ്ഷെല്ലിൽ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഈ നെക്സ്റ്റ് ഇലക്ട്രോൺസ് എവിടേക്ക് പോകും? ഇ എസിലേക്ക് പോകുന്നു. നോക്കൂ, നെക്സ്റ്റ് സോഡിയം 11 ആണ്. 2,8,1. കെ എന്ന സെല്ലിൽ 2, എൽ എന്ന സെല്ലിൽ 8. നെക്സ്റ്റ് 11ാമത്തെ ഇലക്ട്രോൺസ് എം എന്ന സെല്ലിലേക്ക് പോകുന്നു. എമ്മിൽ പരമാവധി 18 വരെ പോകാം. പക്ഷേ സോഡിയത്തിൽ എമ്മിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 1 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് 2,8,1. ഈ സബ്ഷെൽ കോൺഫിഗറേഷൻ ചെയ്ത് നോക്കാം. ഈ 2 എന്ന് പറയുന്നത് 1s2. ഈ 8 2s2 2p6. 1s2 2 2s2 4 2p6 4 6 10 11ാമത്തെ ഇലക്ട്രോൺസ് 2p7 എന്ന് പാടില്ല. പിയിൽ പരമാവധി 6 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 11ാമത്തെ ഇലക്ട്രോൺസ് എം എന്ന 3ാമത്തെ സെല്ലിൽ ഈ എസിലേക്ക് പോകുന്നു. അതുകൊണ്ട് 3s1.
2 4 4 മാറും 10 10 1 11. ഇതാണ് സോഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് നോക്കൂ, മെഗ്നീഷ്യം Mg12 2,8,2. K എന്ന ഷെല്ലിൽ 2, L-ൽ 8, M-ൽ 2. സബ്ഷെൽ കോൺഫിഗറേഷൻ 1s2 2ആയി, 2s2 4ആയി, 2p6 10ആയി, 3s1 എന്തായി മാറുന്നു. ഈ 12ാമത്തെ മെഗ്നീഷ്യത്തിലെ ഇലക്ട്രോൺസ് 3s1ലേക്ക് പോകുമ്പോൾ അത് 3s1 3s2 ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് അലൂമിനിയം 13 ആണ്. 2 8 3. സബ്ഷെൽ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s3 എന്ന് പാടില്ല. 3sൽ പരമാവധി 2 ഇലക്ട്രോൺസ് മാത്രമേ പാടുള്ളൂ. 2 4 10 12. അലൂമിനിയത്തിൽ 13ാമത്തെ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ എസ് ഫില്ലായി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പി എന്ന സബ്ഷെല്ലിലേക്ക് പോകുന്നു. അപ്പോൾ 3p1. 13ാമത്തെ ഇലക്ട്രോൺസ് 3pയിലേക്ക് പോകുമ്പോൾ 3p1 3s2 3p1 എന്നെണ്ണി നോക്കൂ. 2 4 10 12 12 3 13. നെക്സ്റ്റ് സിലിക്കൺ 14 നോക്കൂ. സിലിക്കൺ 14 Si 2,8,3 എന്തായി മാറുന്നു, 4ആയി മാറുന്നു. 2 + 8 10 10 + 4 14. സബ്ഷെൽ കോൺഫിഗറേഷൻ 3, അതായത് സിലിക്കന്റെ 14ാമത്തെ ഇലക്ട്രോൺസ് 3p1ലേക്ക് പോകുമ്പോൾ അത് 3p2 മാറുന്നു. നോക്കൂ, 1s2 2s2 2p6 3s2. 3p1 എന്തായി മാറുന്നു, 3p2 ആയി മാറുന്നു. നോക്കൂ, 2 4 10 12 12 + 2 14. ഇതാണ് സിലിക്കന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് നോക്കൂ, ഫോസ്ഫറസ് 15 2,8,4 എന്തായി മാറുന്നു. M എന്ന ഷെല്ലിൽ 4 എന്തായി മാറുന്നു, 5 ആയി മാറുന്നു. 2 + 8 10 10 + 5 15. സബ്ഷെൽ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p. അതായത് ഫോസ്ഫറസിന്റെ 15ാമത്തെ ഇലക്ട്രോൺസ് 3p2ലേക്ക് പോകുമ്പോൾ അത് 3p2 3p3 ആയി മാറുന്നു. 2 4 10 12 12 3 15. ഇനി നോക്കൂ, സൾഫർ 16 സൾഫർ 16 എസ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. 16 2,8,6. സബ്ഷെൽ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2. അതായത് സൾഫറിന്റെ 16ാമത്തെ ഇലക്ട്രോൺസ് 3p3ലേക്ക് പോകുമ്പോൾ 3p4 ആയി മാറുന്നു. 16 2 4 10 12 12 4 16. നെക്സ്റ്റ് നോക്കൂ, Cl ക്ലോറിൻ Cl നോക്കൂ, Cl ക്ലോറിൻ 2,8,7. 2 + 8 10 10 + 7 17. 1s2 2s2 2p6 3s2 3p6. 2 4 10 10 + 12. അതായത് ക്ലോറിൻ്റെ 17ാമത്തെ ഇലക്ട്രോൺസ് 3p4ലേക്ക് പോകുമ്പോൾ 3p5 ആയി മാറുന്നു. 3p1 3p2 3p3 3p4 3p5. നെക്സ്റ്റ് നോക്കൂ, ആർഗൻ ആറ്റോമിക് നമ്പർ 18. ആർഗൻ 2,8, എന്തായി മാറുന്നു, 8 ആയി മാറുന്നു. 2,8,8. 2 + 8 10 10 + 8 18. സബ്ഷെൽ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p5 3p6 ആയി മാറുന്നു. നമുക്കറിയാം, പി എന്ന സബ്ഷെൽ പരമാവധി 6 ഇലക്ട്രോൺസ് മാത്രമേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. ആ 6 ഇലക്ട്രോൺസ് ഇവിടെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. നോക്കൂ, 3p അലൂമിനിയം 3p1, സിലിക്കൺ 3p2, ഫോസ്ഫറസ് 3p3, സൾഫർ 3p4, ക്ലോറിൻ 3p5, ആർഗൺ 3p6. 1s2 2s2
2p6 3s2 3p6. അതായത് നമുക്കറിയാം സബ്സെല്ലുകളിൽ ഇലക്ട്രോണുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് സബ്സെല്ലുകളുടെ ഊർജം കൂടിവരുന്ന ക്രമത്തിലാണ്. അതായത് ഒന്നാമത്തെ എസ്സിനേക്കാളും കൂടുതൽ ഊർജമുണ്ട് രണ്ടാമത്തെ എസ്സിന്. അതുകൊണ്ടാണ് ഒന്നാമത്തെ എസ്സിൽ ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം രണ്ടാമത്തെ എസ്സിലേക്ക് ഇലക്ട്രോൺസ് പോയത്. നോക്കൂ, ഈ രണ്ടാമത്തെ എസ്സിനേക്കാളും കൂടുതൽ ഊർജമുണ്ട് രണ്ടാമത്തെ പി എന്ന സബ്സെല്ലിന്. അതുകൊണ്ടാണ് രണ്ടാമത്തെ എസ്സിൽ നിന്ന് പിയിലേക്ക് ഇലക്ട്രോൺസ് പോയത്. അതുപോലെ രണ്ടാമത്തെ പി എന്ന സബ്സെല്ലിനേക്കാളും കൂടുതൽ ഊർജ്ജമുണ്ട് മൂന്നാമത്തെ സെല്ലുള്ള മൂന്നാമത്തെ എസ് എന്ന സബ്സെല്ലിന്. അതുകൊണ്ട് രണ്ടാമത്തെ പി ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം മൂന്നാമത്തെ എസ്സിലേക്ക് പോയി. നോക്കൂ, മൂന്നാമത്തെ എസ് നമുക്കറിയാം മാഗ്നീഷ്യം 12. ഈ 13 അലൂമിനിയം ആയപ്പോൾ 3s2 3p1 ആയി മാറി. സിലിക്കൺ 3p2, ഫോസ്ഫറസ് 3p3, സൾഫർ 3p4, ക്ലോറിൻ 3p5, ആർഗൺ 3p6. ഇവിടെ എത്തി നമ്മൾ. അതായത് സബ്സെല്ലുകളിൽ ഇലക്ട്രോണുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് സബ്സെല്ലുകളുടെ ഊർജം കൂടിയിരുന്ന ക്രമത്തിലാണ്. ഇലക്ട്രോൺസ് ആർ അക്കോമഡേറ്റ് ഇൻ ദ സബ്സെൽ വിത്ത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി ഓഫ് ദ സബ്സെൽ. സബ്സെല്ലുകളുടെ ഊർജം കൂടിയിരുന്ന ക്രമത്തിലാണ് സബ്സെല്ലുകളിൽ ഇലക്ട്രോണുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ മുതൽ ആറ്റോമിക് നമ്പർ ആർഗൺ 18 വരെയുള്ള എല്ലാ എലമെൻസിൻ്റെയും സബ്സെൽ കോൺഫിഗറേഷനും ആൻഡ് സെൽ കോൺഫിഗറേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ആറ്റോമിക് നമ്പർ 19 പൊട്ടാസ്യം മുതലാണ് പറയാൻ പോകേണ്ടത്. 30 വരെ കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ പറഞ്ഞു സബ്സെല്ലുകളിൽ ഇലക്ട്രോണുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് സബ്സെല്ലുകളുടെ ഊർജം കൂടിയിരുന്ന ക്രമത്തിലാണ്. നമ്മളിപ്പോൾ 1 മുതൽ 18 വരെ എഴുതി. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ആദ്യത്തെ ഇലക്ട്രോൺസ് 18 വരെ എഴുതിയപ്പോൾ ആദ്യത്തെ ഇലക്ട്രോൺസ് ഫില്ലാകുന്നത് ഒന്നാമത്തെ എസ്സിലേക്കാണ്. ഒന്നാമത്തെ എസ്സിൽ 2 ഇലക്ട്രോൺസ് നിറഞ്ഞതിന് ശേഷം മാത്രമാണ് രണ്ടാമത്തെ എസ്സിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ എസ്സിൽ ഫില്ലായതിനു ശേഷം മാത്രമാണ് 2p1 2p2 2p3 2p4 2p5 2p6. 2p6 ഇലക്ട്രോൺസ് മാക്സിമം 6 ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം മാത്രമാണ് 3sലേക്ക് പോകുന്നത്. 3s1 3s2. നെക്സ്റ്റ് ഇലക്ട്രോൺസ് 3p1 3p2 3p3. അതായത് ഓരോ സബ്സെല്ലുകളും എനർജിയുടെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് അർത്ഥം. ഒന്നാമത്തെ എസ്സിനേക്കാളും കൂടുതൽ ഊർജ്ജം രണ്ടാമത്തെ എസ്സിന്, രണ്ടാമത്തെ എസ്സിനേക്കാളും കൂടുതൽ ഊർജ്ജം രണ്ടാമത്തെ പീക്ക്. അതുപോലെ ഇനി നോക്കൂ, അതായത് ഒന്നാമത്തെ എസ് ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം എന്ത് ചെയ്തു, രണ്ടാമത്തെ എസ്സിലേക്കാണ് ഇലക്ട്രോൺസ് പോയത്. നോക്കൂ, ഒന്നാമത്തെ എസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ എസ്സിലേക്കാണ്. രണ്ടാമത്തെ എസ് ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം രണ്ടാമത്തെ പിയിലേക്കാണ് ഇലക്ട്രോൺസ് പോയിരിക്കുന്നത്. രണ്ടാമത്തെ പിയിലേക്കാണ്. രണ്ടാമത്തെ പിയിൽ 6 ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം മൂന്നാമത്തെ എസ്സിലേക്കാണ് ഇലക്ട്രോൺസ് പോയിരിക്കുന്നത്. മൂന്നാമത്തെ എസ്സിൽ 2 ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം മൂന്നാമത്തെ പിയിലേക്കാണ് ഇലക്ട്രോൺസ് പോയിരിക്കുന്നത്. ഇനി നോക്കൂ, അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോൺസ് ഏതൊരു ആറ്റത്തിൻ്റെയും സബ്സെൽ കോൺഫിഗറേഷൻ ചെയ്തപ്പോൾ ആദ്യത്തെ ഇലക്ട്രോൺസ് പോകുന്നത് ഒന്നാമത്തെ എസ്സിലേക്കാണ്. ഞാൻ ഒരു ആരോ മാർക്ക് സൂചിപ്പിച്ചു. നമുക്കറിയാം കെ ഒന്നാമത്തെ സെല്ലായതുകൊണ്ട് ഒറ്റ സബ്സെല്ലിൽ മാത്രമേ ഉള്ളൂ, അതാണ് 1s എന്ന് കൊടുത്തത്. എല്ല് രണ്ടാമത്തെ സെല്ലായതുകൊണ്ട് 2 സബ്സെല്ലുകളുണ്ട്. ഞാൻ എസ്സും ഉണ്ട് പിയും ഉണ്ട്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി 2s എന്നും 2p എന്നും കൊടുത്തു. എം മൂന്നാമത്തെ സെല്ലായതുകൊണ്ട് 3 സബ്സെല്ലുണ്ട്. എസ്സും ഉണ്ട് പിയും ഉണ്ട് ഡിയും ഉണ്ട്. ഞാൻ തിരിച്ചറിയാൻ വേണ്ടി 3s 3p 3d എന്ന് കൊടുത്തു. എൻ നാലാമത്തെ സെല്ലായതുകൊണ്ട് 4 സബ്സെല്ലുണ്ട്. എസ്സും ഉണ്ട് പിയും ഉണ്ട് ഡിയും ഉണ്ട് എഫും ഉണ്ട്. തിരിച്ചറിയാൻ വേണ്ടി 4s 4p 4d 4f എന്നെഴുതി. ആദ്യത്തെ ഏതൊരു ആറ്റത്തിൻ്റെയും ആദ്യത്തെ ഇലക്ട്രോൺസ് ഒന്നാമത്തെ എസ്സിലേക്കാണ് പോകുന്നത്. ഈ ഒന്നാമത്തെ എസ് ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം അടുത്ത ഇതിലേക്ക് പോകുന്നു. നോക്കൂ, രണ്ടാമത്തെ എസ്സിലേക്കാണ്. നമുക്ക് എഴുതി മനസ്സിലാക്കും. 1s2 2s2. ഒന്നാമത്തെ എസ് ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം രണ്ടാമത്തെ എസ്സിലേക്കാണ് പോകുന്നത്. ഇനി രണ്ടാമത്തെ എസ് 2 ഇലക്ട്രോൺസ് മാക്സിമം ഫില്ലായതിനു ശേഷം നെക്സ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നത് രണ്ടാമത്തെ പി എന്ന സബ്സെല്ലിലേക്കാണ്. നോക്കൂ, 1s2 2s2 2p6. ഈ രണ്ടാമത്തെ പി മാക്സിമം ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം നെക്സ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നത് 3sലേക്കാണ്. 3s1 3s2. നെക്സ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നത് 3s കഴിഞ്ഞാൽ ഏതാണ്, 3p ആണ്. ഇവിടെ 1s2 2s2 2p6 3s2 3sലേക്കാണ്. 3s2 3p6 3p6. നെക്സ്റ്റ് പി എന്ന സബ്സെല്ലിൽ 6 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നത് നേരെ നോക്കൂ
3D അല്ല, മറിച്ച് ഏതിലേക്കാണ്? 4sലേക്കാണ്. 4s മാക്സിമം 2 ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം മാത്രമാണ് 3D എന്ന സബ്സ്റ്റൻസിലേക്ക് ഇലക്ട്രോൺസ് പോയിരിക്കുന്നത്. 3D കഴിഞ്ഞാൽ ഏതാണ്? 4p ആണ്. 4p കഴിഞ്ഞാൽ 4d ആണ്. അതായത് ഒന്നാമത്തെ എസ് ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം രണ്ടാമത്തെ എസിലേക്ക് പോയി, രണ്ടാമത്തെ പിയിലേക്ക് പോയി, മൂന്നാമത്തെ എസിലേക്ക് പോയി, മൂന്നാമത്തെ പിയിലേക്ക് പോയി. മൂന്നാമത്തെ പി എന്ന സബ്സ്റ്റൻസിൽ ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം മൂന്നാമത്തെ ഡി എന്ന സബ്സ്റ്റൻസിലേക്കല്ല പോവുക, മറിച്ച് 4sലേക്കാണ് ഇലക്ട്രോൺസ് ഫില്ലാകുക. 1s2 2s2 2p6 3s2 3p6. നെക്സ്റ്റ് നോക്കൂ 3p. നെക്സ്റ്റ് തൊട്ടടുത്ത് നോക്കൂ 3pയുടെ നേരെ 3d അല്ല, മറിച്ച് എന്താണ്? 4s ആണ്. അതുകൊണ്ട് 3p കഴിഞ്ഞാൽ 4sലേക്കാണ് ഇലക്ട്രോൺസ് ഫില്ലാവുക. 4s പരമാവധി 2 ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം മാത്രമാണ് 3dയിലേക്ക് ഇലക്ട്രോൺസ് ഫില്ലാവുകയുള്ളൂ എന്നാണ് അർത്ഥം. അത് പ്രകാരം നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതി നോക്കാം. നമുക്കറിയാം പൊട്ടാസ്യം 19 ആണ്. 19 ആർഗൺ 18 വരെ എഴുതിയിട്ടുണ്ട്. നോക്കൂ 1 ഷെൽ കോൺഫിഗറേഷൻ 2, ടോട്ടൽ 19 ഇലക്ട്രോൺസ് ഉണ്ട്. 8 2, 8, 3s2 3p6 2 മാറും 8, 8, 2 + 8 10, 10 + 8 18. 1. ഇതാണ് പൊട്ടാസ്യത്തിൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. നമുക്ക് എഴുതേണ്ടത് എന്താണ്? സബ്ഷെൽ കോൺഫിഗറേഷനാണ്. അപ്പം എഴുതി നോക്കൂ. 18 വരെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ, ഈ 2 എന്ന് പറയുന്നത് 1s2, ഈ 8 എന്ന് പറയുന്നത് 2s2 2p6 2 മാറും 8. അതാണ് ഈ 8. 2s2 2p6 2 മാറും 8. ഈ 8 എന്ന് പറയുന്നത് 3s2 3p6 2 മാറും 8. 3s2 3p6. ഈ 8 എന്ന് പറയുന്നത് 3s2 3p6 2 മാറും 8. അതാണ് 3s2 3p6. ഇനി നെക്സ്റ്റ് ഇലക്ട്രോൺസ് ഡിയിലേക്കല്ല പോവുക, മറിച്ച് 4s1ലേക്കാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 4s1 19, 2 4 4 മാറും 10, 10 2 12, 12 മാറും 18, 18 1 19. നമുക്കറിയാം എല്ലാ എസിലും പരമാവധി 2 വരെ പോകാം. എത്ര ആയിട്ടുള്ളൂ? 1 ആയിട്ടുള്ളൂ. ഇനി 1 ഇലക്ട്രോൺസും കൂടി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. റൈറ്റ്. ഇനി നെക്സ്റ്റ് നോക്കൂ, ആറ്റോമിക് നമ്പർ 20 കാൽസ്യം. അത് നോക്കൂ 2, 8, 8 18ആയി. ഈ 1 എന്നുള്ളത് എന്തായി മാറും? 2 എന്നായി മാറുന്നു. അതായത് 4s1 എന്നുള്ളത് 4s2 ആയി മാറുന്നു എന്നാണ് അർത്ഥം. എഴുതി നോക്കാം. 1s2 2s2 4ആയി, 2p6 10ആയി, 3s2 12ആയി, 3p6 18ആയി, 4s1 20ാമത്തെ ഇലക്ട്രോൺസ് 4s1ലേക്ക് പോകുമ്പോൾ അത് 4s2 ആയി മാറുന്നു. 18 + 2 20 ആയി മാറി. ഇനി നെക്സ്റ്റ് ഇലക്ട്രോൺസ് നോക്കൂ. സ്കാൻഡിയം ആകുമ്പോൾ 2 ഇലക്ട്രോൺസ് ആണ് 4s. അതായത് ഈ പി എന്ന സബ്സ്റ്റൻസിൽ ഇലക്ട്രോൺസ് ഫില്ലായതിനു ശേഷം 4sലേക്ക് പോയി. അതിനർത്ഥം 3p എന്ന സബ്സ്റ്റൻസിലേക്കാളും കൂടുതൽ ഊർജ്ജമുണ്ട് 4sന്. 4sനേക്കാളും കൂടുതൽ ഊർജ്ജമുണ്ട് 3dക്ക്. അതുകൊണ്ട് കുറഞ്ഞ 4s ഇലക്ട്രോൺസ് ഫില്ലായതിന് ശേഷം മാത്രമാണ് ഊർജ്ജം കൂടിയ 3dയിലേക്ക് ഇലക്ട്രോൺസ് പോവുകയുള്ളൂ എന്നാണ് അർത്ഥം. അതായത് 3dക്കാണോ 4sനാണോ കൂടുതൽ ഊർജ്ജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 3dക്കാണ് കൂടുതൽ ഊർജ്ജം എന്നാണ്. അതുകൊണ്ട് തന്നെ ഊർജ്ജം കുറഞ്ഞതിലേക്ക് ആദ്യം പോയി ശേഷം മാത്രമാണ് ഊർജ്ജം കൂടിയ 3d എന്ന സബ്സ്റ്റൻസിലേക്ക് ഇലക്ട്രോൺസ് പോവുകയുള്ളൂ എന്നാണ് അർത്ഥം. ഇനി നെക്സ്റ്റ് നോക്കൂ. സ്കാൻഡിയം 21 ആണ്. സ്കാൻഡിയം 21 2 8 2 + 8 10ആയി. നോക്കൂ നെക്സ്റ്റ് ഇലക്ട്രോൺസ് 2 3s2 3p6 ഇവിടെ ഉണ്ട്. 4s2 നെക്സ്റ്റ് 21ാമത്തെ ഇലക്ട്രോൺസ് 3d 1ലേക്കാണ് പോവുക. അപ്പം 2 + 6 8, 8 + 1 9. അപ്പം ഞാൻ ഈ 8 എന്നാക്കി മാറ്റുന്നു, 9 എന്നാക്കി മാറ്റുന്നു. അപ്പം 2 + 8 10, 10 + 9 19. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ 2 ഇതുപോലെ തന്നെ ഉണ്ടാകും. റൈറ്റ്. 2 + 8 10, 10 + 9 19, 19 + 2 21. ഇതാണ് സ്കാൻഡിയത്തിൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ.
ഇനി സബ്ഷെൽ കോൺഫിഗറേഷൻ ചെയ്യുന്നു, ഒരു വ്യത്യാസമില്ല. 21ാമത്തെ ഇലക്ട്രോൺസ് നെക്സ്റ്റ് 3D1 പോകുന്നു. 3Dയിൽ 10 വരെ പോകാം, 1 അപ്പോൾ 3D1 ആയി മാറുന്നു. റൈറ്റ്, നോക്കൂ 1s2 2s2 2p6 3s2 3p6 18 ഇലക്ട്രോൺസ് ആയി. 2 4 10 12 18 ആയി ഇവിടെ എത്തി. ഇനി 4sലെ ഈ ഡി അടുത്ത് എഴുതുന്നു. 3s-ഉം 3pയും 3s-ഉം 3pയും 3d അടുത്തടുത്ത സബ്സെല്ലുകളായതുകൊണ്ട് ഞാൻ ഒന്നിച്ച് എഴുതുന്നു. 3s2 3p6 നെക്സ്റ്റ് 2 + 6 8 ഇതിലൊന്നും ഉണ്ടാവും. 8 + 1 9, ഇവിടെ 9 എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 3d1 എന്ന് എഴുതുന്നു. അപ്പോൾ 19 ആയി. ഇനി ഈ 4s2 21 ആയി. എണ്ണി നോക്കൂ 2 4 10 12 18 18 3 19 19 2 21. ഇതാണ് സ്കാൻഡിയത്തിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ. ഇനി അടുത്ത് നോക്കൂ ടൈറ്റാനിയം 22 ഒന്നുമില്ല. ഈ 22ാമത്തെ ഇലക്ട്രോൺസ് 3Dയിൽ 10 വരെ പോകാം. നെക്സ്റ്റ് 3D1 പോകുമ്പോൾ 22ാമത്തെ ഇലക്ട്രോൺസ് 3D1 പോകുമ്പോൾ 3D2 എന്നുമായി മാറുന്നു എന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2 + 6 8 8 + 2 10 എന്നായി മാറുന്നു. ഈ 9 10 എന്നായി മാറുന്നു. ഷെൽ കോൺഫിഗറേഷനിൽ നോക്കൂ 2 8 ഈ 3s2 3p6 3d2 ആയി മാറുന്നു. 2 + 6 8 8 + 2 10 അപ്പോൾ 9 എന്തായി മാറുന്നു 10 ആയി മാറുന്നു. അപ്പോൾ 2 + 8 10 10 + 10 20 പ്ലസ് 2 22. ഇതാണ് ഷെൽ കോൺഫിഗറേഷൻ ഓഫ് ടൈറ്റാനിയം. ഇനി സബ്ഷെൽ നോക്കൂ 1s2 2s2 2p6 3s2 3p6 18 ആയി. നെക്സ്റ്റ് 3D1 എന്തായി മാറുന്നു 3D2 ആയി മാറുന്നു. 4s2 22 ആയി മാറുന്നു. 2 4 10 12 18 20 22. ഇതാണ് ടൈറ്റാനിയത്തിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനം ഇലക്ട്രോൺസ് ഫില്ലായത് 4s അല്ല, മറിച്ച് എന്താണ് 3D എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അവസാനത്തെ ഇലക്ട്രോൺസ് ഫില്ലായത് അവസാനം എഴുതിയത് 4s ആണെങ്കിലും അവസാനത്തെ ഇലക്ട്രോൺസ് ഫില്ലായത് 3D ആണ്. റൈറ്റ്. ഇനി നെക്സ്റ്റ് നോക്കൂ വനേഡിയം 23 ആണ്. അപ്പോൾ എന്തായി മാറുന്നു അത് 3D2 എന്തായി മാറുന്നു 3D3 ആയി മാറുന്നു. 2 + 6 8 8 + 10 11. ഈ 10 എന്നുള്ളത് 11 ആയി മാറുന്നു. ഷെൽ കോൺഫിഗറേഷനിൽ 2 8 10 ഉള്ളത് 11 ആയി മാറുന്നു. 2 2 + 8 10 10 + 11 21 21 + 2 23. ഇനി സബ്ഷെൽ കോൺഫിഗറേഷൻ നോക്കൂ 1s2 3D2 3D3 ആയി മാറുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2s2 2p6 3s2 3p6 3D2 എന്തായി മാറും 3D1 3D2 അത് 3D3 ആയി മാറുന്നു. റൈറ്റ്. 4s2 എണ്ണി നോക്കൂ 2 4 10 12 18 18 3 20 18 18 3 2 4 10 12 18 18 3 21 21 + 2 23. ഇതാണ് വനേഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് ക്രോമിയമാണ് 24. നോക്കൂ ചെറിയ പ്രത്യേകത ഉണ്ട് ക്രോമിയത്തിന്. ക്രോമിയം അതുപോലെ കോപ്പർ നമുക്ക് 1 മുതൽ 30 വരെയാണ് പഠിക്കേണ്ടത്. അത് 24 ക്രോമിയം അതുപോലെ 29 കോപ്പറിനാണ് ഒരു പ്രത്യേകത ഉള്ളത്. നോക്കൂ 2 ആദ്യം ഷെൽ കോൺഫിഗറേഷൻ എഴുതുന്നു. 2 8 2 + 8 10. ഈ 11 എന്തായി മാറുന്നു 12 ആയി മാറുന്നു. ഈ 2 നോക്കൂ 2 + 8 10 10 + 2 12 12 + 2 24. എണ്ണ ശരിയാണ്. ഞാൻ ഈ 12 എന്നുള്ളത് നോക്കൂ ഈ 12 എന്നുള്ളത് ഇവിടെ നിന്ന് കുറക്കുന്നു. ഇവിടെ എന്താക്കുന്നു ഞാൻ 1 എന്നാക്കുന്നു. 2 1 അപ്പം ഇവിടെ എന്താക്കി മാറ്റുന്നു 13 ആക്കി മാറ്റുന്നു. ഇനി എണ്ണി നോക്കൂ 2 + 8 10 10 + 3 13 10 + 3 13 23 23 + 1 24. നോക്കൂ അതായത് 2 8 9 2 2 8 10 2
2 8 11 2 എന്നാൽ 2 8 12 2 എന്നല്ല 2 8 13 1 എന്നാക്കി. അത് ക്രോമിയത്തിൽ മാത്രം പ്രത്യേകതയാണ്. നോക്കൂ, 1s2 2s2 4 2p6 10 3s2 12 3p6 18. നോക്കൂ, 3s2 3p6 2 + 6 8. ഞാൻ ഇവിടെ 13 ആക്കിയിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്, അതുപോലെ ഇവിടെയും കൂട്ടണം. അപ്പോൾ 3d ആക്ച്വലി 3d4 4s2 എന്നാണ് വരേണ്ടത്. നോക്കൂ, 2 4 10 12 12 + 6 18 18 + 4 22 18 + 4 22 22 + 2 24. എണ്ണം ശരിയാണ്, പക്ഷേ ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇവിടെ വ്യത്യാസം വരുത്തിയതുപോലെ ഇവിടെയും വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അതാണ് 11 12 എഴുതാതെ 13 എഴുതി, ഒന്ന് കൂട്ടി എഴുതി, അവിടെ നിന്ന് കുറച്ച് എഴുതി. അതുപോലെ എന്ത് ചെയ്യണം, ഇവിടെയും ഒന്ന് കുറക്കണം. അപ്പോൾ എന്താ, ഈ 2 1 ഈ 2 എന്തായും ഇവിടെയും 1 മാറുന്നു. അതുപോലെ 11 12 എഴുതാതെ 13 ആക്കി എഴുതി പകരം കൂട്ടി എഴുതണം. അപ്പോൾ 4 എന്താക്കി എഴുതണം, 5 ആക്കി എഴുതണം. ഇനി നോക്കൂ, 2 4 10 12 18 18 + 5 23 23 + 1 24. ക്രോമിയത്തിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് നമുക്കറിയാം, ഡി എന്ന സബ്ഷെല്ലിൽ പരമാവധി വേണ്ടത് 10 ആണ്. 10ൻ്റെ പകുതി എന്ന് പറയുന്നത് എന്താണ്, 5 ആണ്. 3d5 5. എസ്സിൽ എല്ലാ എസ്സിലും പരമാവധി വേണ്ടത് 2 ആണ്. 2ൻ്റെ പകുതി എന്ന് പറയുന്നത് 1 ആണ്. അതായത് ക്രോമിയത്തിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഡിയിലും അവസാനത്തെ എസ്സിലും പകുതി ഇലക്ട്രോണുകൾ ഫില്ലാകുന്ന വിധമാണ് എഴുതേണ്ടത്. അതാണ് മോർ സ്റ്റേബിൾ. പരീക്ഷ ഒരു മാർക്ക് ചോദിക്കാറുണ്ട്, ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുക. അപ്പം ചിലർ 1s2 2s2 2p6 3s2 3p6 3d4 4s2 എന്ന് എഴുതരുത്, തെറ്റാണ്. മറിച്ച് 3d5 4s1 എന്ന് തന്നെ എഴുതണം. അതാണ് മോർ സ്റ്റേബിൾ, അതാണ് ശരിയായ രീതി. ഒന്നുകൂടെ പറയുന്നു, 2 8 2 8 8 2 2 8 9 2 2 8 10 2 2 8 11 2 2 8 12 2 എന്നല്ല, 2 8 13 1 എന്നാണ്. ഇവിടെ ഒന്ന് കുറക്കുന്നു, ഇവിടെ ഒന്ന് കൂട്ടുന്നു. അതുപോലെ തന്നെ ഇവിടെയും നോക്കൂ, 3d1 4s2 3d2 4s2 3d3 4s2 3d4 4s2 എന്ന് എഴുതാൻ പാടില്ല. അത് 3d5 4s1 എന്ന് തന്നെ ആക്കേണ്ടതുണ്ട്. അതാണ് മോർ സ്റ്റേബിൾ, അതാണ് കൂടുതൽ സ്ഥിരത. അതുകൊണ്ട് തന്നെ അതാണ് ശരിയായ ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് പ്രത്യേകം ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യുക, ആറ്റോമിക് നമ്പർ 25 മാംഗനീസ് എഴുതി നോക്കാം. ആറ്റോമിക് നമ്പർ 25 മാംഗനീസ് Mn 25. നോക്കൂ, നമുക്കറിയാം ആദ്യം സെൽ കോൺഫിഗറേഷൻ ചെയ്ത് 2 2 8 8. നോക്കൂ, നമുക്കറിയാം ഈ 3 നെക്സ്റ്റ് മാഗ്നീസ് ഇലക്ട്രോൺസ് 3D 4s1ലേക്ക് നമുക്കറിയാം 4s-നേക്കാളും കൂടുതൽ ഊർജ്ജമുണ്ട് 3Dക്ക്. 4s ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാഗ്നീസിന് 25ാമത്തെ ഇലക്ട്രോൺസ് 4s1ലേക്കാണ് പോവുക. അപ്പോൾ 4s2 ആയി മാറുന്നു. 4s നിറഞ്ഞതിന് ശേഷം മാത്രമാണ് 3Dയിലേക്ക് ഊർജ്ജം കൂടിയ 3D എന്ന സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് പോവുക എന്ന് മനസ്സിലാക്കുക. അവിടെ 2 2 8 ഈ 13 എന്ത് ചെയ്യില്ല, യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. 13 13 തന്നെ അങ്ങനെ തന്നെ ഇതാ. 2 + 8 10 10 + 3 13 23. നോക്കൂ, നെക്സ്റ്റ് മാഗ്നീസിന് 25ാമത്തെ ഇലക്ട്രോൺസ് ഇവിടേക്കാണ് പോവുക. അതായത് 4s1ലേക്ക് പോകുമ്പോൾ 4s2 ആയി മാറുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, 2 8 13 1 എന്നുള്ളത് 2 8 13 2 എന്നാക്കി മാറ്റുന്നു. നോക്കൂ, 2 + 8 10 10 + 3 13 23 23 + 2 25. ഇനി സബ്ഷെൽ കോൺഫിഗറേഷൻ ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഈ 4s1 എന്തായി മാറുന്നു, 4s2 എന്നായി മാറുന്നു. വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നോക്കൂ, 1s2 2 2s2 4 2p6
10 3s2 12 3p6 18 3d6 എന്ന് എഴുതിയേക്കരുത്. കാരണം 4s ഇലക്ട്രോൺസ് ഫില്ല 4s 3p കഴിഞ്ഞാൽ 4s കംപ്ലീറ്റ് ഫില്ലായതിനു ശേഷം മാത്രമാണ് 3ഡിയിലേക്ക് വരിക. 4s കംപ്ലീറ്റ് ആയിട്ടില്ല, 4s 1 ആയിട്ടുള്ളൂ. അതുകൊണ്ട് 25 ഇലക്ട്രോൺസ് എവിടേക്ക് പോകുന്നു? 3d5 ആയിട്ട് കിടക്കും. 4s1 എന്തായി മാറുന്നു? 4s2 ആയിട്ട് മാറുന്നു. നോക്കൂ, 2 4 10 12 18 18 പ്ലസ് 5 23 23 പ്ലസ് 2 25. ഇതാണ് മാംഗനീസിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ. നെക്സ്റ്റ് നോക്കൂ, അയൺ 26. നോക്കൂ, അപ്പം 13 14 മാറുന്നു. ഈ ഇലക്ട്രോൺസ് പോവുകയില്ല, കാരണം എസിൽ പരമാവധി ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം 2 8 ഡി എന്ന സബ്ഷനിലേക്ക് വരുന്നു. 3d6 ആയി മാറുന്നു. അപ്പം 13 എന്തായി മാറുന്നു? 14 ആയി മാറുന്നു. ഈ 2 അതുപോലെ കാണും. 2 + 8 10 10 + 14 24 24 + 2 26. ഇനി നെക്സ്റ്റ് നോക്കൂ, സബ്ഷെൽ കോൺഫിഗറേഷൻ നോക്കൂ. ഒന്നും ഒരു വ്യത്യാസമില്ല. 3d5 എന്തായി മാറുന്നു? 3d6 ആയി മാറുന്നു. നമുക്കറിയാം 3ഡിയിൽ പരമാവധി 10 ഇലക്ട്രോൺസ് വരെ പോകാം. 5 ആയിട്ടുള്ളൂ. 3d6 3d7 3d8 3d10 വരെ പോകാം. അതുകൊണ്ട് 1s2 2s2 2p6 3s2 3p6 18 ഇലക്ട്രോൺസ് ആയി. നെക്സ്റ്റ് 3ഡിയിലേക്ക് പോകുന്നു. 3d5 3d6 ആയി മാറുന്നു. 26ാമത്തെ ഇലക്ട്രോൺസ് 3d5ലേക്ക് പോകുമ്പോൾ 3d6 ആയി മാറുന്നു. 4s2 എന്തായി മാറും? 4s2 അതുപോലെ കാണും. 2 4 10 12 18 18 + 24 26 18 + 6 24 24 + 2 26. ഇനി നെക്സ്റ്റ് നോക്കൂ, കൊബാൾട്ട് 27. നോക്കൂ, 27 2 8 14 എന്നുള്ളത് എന്തായി മാറുന്നു? 15 ആയി മാറുന്നു. 2 + 8 10 10 + 15 25 25 + 2 27. ഇതാണ് ഷെൽ കോൺഫിഗറേഷൻ. സബ്ഷെൽ നോക്കൂ, 1s2 2s2 2p6 3s2 3p6. കൊബാൾട്ടിൻ്റെ 27ാമത്തെ ഇലക്ട്രോൺസ് 3d6ലേക്ക് പോകുമ്പോൾ 3d7 ആയി മാറുന്നു. 3d7 4s2. ഇതാണ് കൊബാൾട്ടിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2 4 10 12 18 18 + 7 25 25 + 2 27. നെക്സ്റ്റ് നോക്കൂ, നെക്സ്റ്റ് 28 നിക്കലാണ്. Ni നിക്കൽ. 2 8 15 എന്തായി മാറുന്നു? 16 ആയി മാറുന്നു. 16 2 2 + 8 10 10 + 16 26 26 + 2 28. നോക്കൂ, അതായത് നിക്കൽ എന്ന ആറ്റത്തിൻ്റെ 28ാമത്തെ ഇലക്ട്രോൺസ് 3d7ലേക്ക് പോകുമ്പോൾ 3d8 ആയി മാറുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. 3d5 3d6 3d7 3d8 ആയി മാറുന്നു. നോക്കൂ, 1s2 2s2 2p6 3s2 3p6 3d7 എന്തായി മാറുന്നു? 3d8 4s2. നോക്കൂ, 2 4 10 12 18 18 + 8 26 26 + 2 28. നെക്സ്റ്റ് നോക്കൂ, കൊബാൾട്ട് 29. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്രോമിയം 24-നും അതുപോലെ കോപ്പർ 29-ന് പ്രത്യേകത ഉണ്ട്. നോക്കൂ, 2 8 14 2 2 8 13 2 2 8 14 2 2 8 15 2 2 8 16 2. ഇനി 2 8 17 2 എന്നാണ് വേണ്ടത്. നോക്കൂ, 2 + 8 10 10 + 17 27 27 + 2 21. ഇങ്ങനെയാണ് വേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 17 എന്താക്കുന്നു? 18 ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ 2 എന്നുള്ളത് എന്താക്കി മാറ്റേണ്ടി വരും? 1 എന്നാക്കി മാറ്റേണ്ടി വരും. നോക്കൂ, 2 8 10 10 + 8 18 28 28 + 1 29. അതായത് ചെറിയ വ്യത്യാസം വരുത്തി. അതുപോലെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വ്യത്യാസം വരും. നോക്കൂ, അത് പ്രകാരം 1s2 2s2 2p6 3s2 3p6. ആക്ച്വലി ഇങ്ങനെ വേണ്ടത് 3p6 3d9 4s2 എന്നാണ് വേണ്ടത്. നോക്കൂ, 2 4 10 12 18 18 18 + 9 + 2 ടോട്ടൽ 29 വരുന്നു.
ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നോക്കൂ, ഇവിടെ വ്യത്യാസം വരുത്തി. ഈ 2 8 16 2 എന്ന് വ്യത്യാസം വരുത്തി. 2 8 16 2, 2 8 17 2 എഴുതുന്നതിന് പകരം 2 8 18 1 എന്നാക്കി. ഇവിടെ ഒന്ന് കൂട്ടി, ഇവിടെ ഒന്ന് കുറച്ച്, ആ വ്യത്യാസം ഇവിടെ ഒന്ന്. അപ്പം എന്ത് ചെയ്യണം, ഈ 9 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു 10 എന്നാക്കുന്നു. അപ്പം 2 എന്നുള്ളത് എന്താക്കി മാറ്റണം, 1 എന്നാക്കി മാറ്റണം. ഇനി നോക്കൂ, 2 4 10 12 18 18 പ്ലസ് 10 28 28 പ്ലസ് 1 29. അതായത് സെൽ ഇലക്ട്രോണിക് വിന്യാസത്തിൽ വ്യത്യാസം വരുത്തി. അതേ വ്യത്യാസം സബ്സെൽ കോൺഫിഗറേഷൻ വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ 3D10 4S1 എന്നാക്കുന്നു. നോക്കൂ, 2 8 13 2, 2 8 14 2, 2 8 15 2, 2 8 16 2. നിക്കൽ 28. കോപ്പർ 2 8 17 2 എന്നാണ് വരേണ്ടത്. മറിച്ച് ഞാൻ വ്യത്യാസം വരുത്തി 2 8 17 2 എന്നുള്ളത് 2 8 18 1 എന്നാക്കി. അതേ വ്യത്യാസം ഇവിടെയും വരുത്തി 3D10 4S1 എന്നാക്കി. അതായത് കോപ്പറിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഡി എന്ന സബ്ഷെല്ലിൽ കംപ്ലീറ്റ് ഫിൽഡ് ആയിരിക്കും. നമുക്കറിയാം ഡി എന്ന സബ്ഷെല്ലിന് 10 വേണ്ടത്, 10 ഇവിടെ ഉണ്ട്. 3D10 എസിൽ 2 വേണ്ടത്, 2 പകുതി 1 ഇവിടെ ഉണ്ട്. അതായത് കോപ്പർ 29 എന്ന ആറ്റത്തിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഡി എന്ന സബ്ഷെൽ കംപ്ലീറ്റ് ഫിൽഡ് ആയിരിക്കൽ നിർബന്ധമാണ്. അതുപോലെ അവസാനത്തെ എസ് എന്ന സബ്ഷെൽ ഹാഫ് ഫിൽഡ് ആയിരിക്കലും നിർബന്ധമാണ്. അപ്പോൾ 3D10 4S1 എന്നാണ് എഴുതേണ്ടത്. കോപ്പറിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4 3p6 3D9 4s2 എന്ന് എഴുതിയ തെറ്റാണ്. നോക്കൂ, 3D5 4s2 3D6 4s2 3D7 4s2 3D8 4s2 3D9 4s2 എന്നാണ് എന്ന് എഴുതിയാൽ ഇലക്ട്രോൺസ് എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല. എന്നിരുന്നാലും അത് അങ്ങനെ എഴുതാൻ പാടില്ല. അത് 3D10 4S1 എന്ന് എഴുതണം. അവസാനത്തെ ഡിയിലും അവസാനത്തെ എസ്സിലും, അതായത് ഡി എന്ന സബ്സെല്ലിൽ കംപ്ലീറ്റ് ഫിൽഡ് ആയിരിക്കണം, എസ് എന്ന സബ്സെല്ലിൽ ഹാഫ് ഫിൽഡ് ആയിരിക്കണം. അങ്ങനെ എഴുതുമ്പോഴാണ് മോർ സ്റ്റേബിൾ, അതാണ് കൂടുതൽ സ്ഥിരത. അതുകൊണ്ട് കോപ്പറിൻ്റെ സബ്സെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇതാണ് എഴുതേണ്ടത്. ഇതാണ് ശരിയായ രീതി. പരീക്ഷയിൽ സാധാരണ ചോദിക്കാറുണ്ട് കോപ്പറിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുക. അപ്പം 1s2 2s2 2p6 3s2 3p6 3D10 4S1 എന്ന് എഴുതേണ്ടത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് എലമെൻ്റ് ആണ് ആറ്റോമിക് നമ്പർ 30 സിങ്ക് Zn. 30 സിങ്ക് നോക്കൂ, 2 8 നമുക്കറിയാം 18 ഇവിടെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് 4S1 പോകുമ്പോൾ 30ാമത്തെ ഇലക്ട്രോൺസ് 4S1 പോകുമ്പോൾ 4s2 മാറും. പിന്നെ 1 എന്തായി മാറുന്നു, 2 എന്തായി മാറുന്നു. 2 + 8 10, 10 + 8 18 28, 28 + 2 30. ഇങ്ങനെയാണ് സിങ്കിൻ്റെ ഷെൽ കോൺഫിഗറേഷൻ എഴുതുക എന്ന് മനസ്സിലാക്കി വെക്കുക. സബ്ഷെൽ കോൺഫിഗറേഷൻ 30ാമത്തെ ഇലക്ട്രോൺസ് 4S1 പോകുന്നു. നമുക്കറിയാം ഡി ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുണ്ട്. ഡിയിൽ 10 വേണ്ടത്, 10 ഇവിടെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് 30ാമത്തെ ഇലക്ട്രോൺസ് 4s1 ആയിട്ടുള്ളൂ. 4S1 പോകുമ്പോൾ 4s2 ആയിട്ട് മാറുന്നു. 1s2 2 2s2 4 2p6 10 3s2 12 3p6 18 3D10 28 4s1 29 ആണ്. 30 പോകുമ്പോൾ 4s2 ആയിട്ട് മാറുന്നു. 28 + 2 30. ഇങ്ങനെയാണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ മുതൽ ആറ്റോമിക് നമ്പർ 30 സിങ്ക് വരെയുള്ള എല്ലാ മൂലകങ്ങളുടെയും ഷെൽ കോൺഫിഗറേഷൻ എഴുതി, സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതി. അതിൽ പ്രത്യേകത ഉള്ളത് ആറ്റോമിക് നമ്പർ 24 ക്രോമിയം എന്ന എലമെൻറ്റിനും ആറ്റോമിക് നമ്പർ 29 കോപ്പർ എന്ന എലമെൻറ്റിനുമാണ്. ഇത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബേസ് ചെയ്തിട്ട് ഈ ആറ്റങ്ങളുടെ ബ്ലോക്ക് എങ്ങനെ കണ്ടെത്താം, പിരീഡ് എങ്ങനെ കണ്ടെത്താം, ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.